ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമാണ് ആ രാജ്യത്തിലെ വിമാനത്താവളങ്ങൾ. വളരെ ചെറിയ ഒരു കാലയളവിൽ 86 പുതിയ വിമാനത്താവളങ്ങൾ എന്ന നേട്ടമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ നേടിയത്. രാജ്യാന്തര വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്തെ മുൻനിര സംസ്ഥാനമായി ഉത്തർപ്രദേശും മാറി. ഭാരത് മാതാ കി ജയ് ഇങ്ങനെ ആരവങ്ങളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രസംഗം കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. സദസ്സിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരവരുടെ ഫോണിലെ ടോർച്ചുകൾ തെളിയിച്ച് ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വളരെ ആവേശഭരിതമായ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ശ്രദ്ധേയമായ ഭാഗങ്ങൾ രാജ്യത്തിന്റെ വികസനം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായ വാക്കുകളാണ്. ഉത്തരേന്ത്യയുടെ വാണിജ്യ വ്യവസായ മേഖലകളുടെ മുഖച്ഛായ മാറുന്ന ലോജിസ്റ്റിക് ഗേറ്റ്വേ ആയി നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം മാറുമെന്നും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം അവരുടെ ഉന്നമനത്തിന് പുതിയ പാതകളും തുറക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വികസിത ഭാരതത്തിന്റെ, വികസിത ഉത്തർപ്രദേശിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം. അത്തരത്തിലൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. രാജ്യാന്തര വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്തെ മുൻനിര സംസ്ഥാനമായി UP ഇന്ന് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആഗ്ര, മഥുര, അലിഗഡ്, ഗാസിയാബാദ്, മീററ്റ്, ഇറ്റാവ തുടങ്ങിയ നഗരങ്ങൾക്ക് ഈ വിമാനത്താവളം വലിയ വികസന സാധ്യതകളാണ് സമ്മാനിക്കുക. മേഖലയിലെ ചെറുകിട സംരംഭകർക്കും കർഷകർക്കും യുവാക്കൾക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. അതിനൊപ്പം ഈ പദ്ധതി വലിയൊരു സാമ്പത്തിക മുന്നേറ്റത്തിന് സംസ്ഥാനത്തെയും ഒപ്പം രാജ്യത്തിനെയും വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഓരോ 2 മിനിറ്റിലും ഇവിടെ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളങ്ങളാണ് വിമാനത്താവളങ്ങൾ. 2014 മുൻപ് 74 വിമാനത്താവളങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് 160-ലധികം വിമാനത്താവളങ്ങളുമായി ഇന്ത്യ കുതിക്കുകയാണ്. വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യോമയാന സൗകര്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ പട്ടണങ്ങളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ചുരുങ്ങിയ കാലയളവിൽ 86 പുതിയ വിമാനത്താവളങ്ങളാണ് വന്നതെന്നും മോദി പറഞ്ഞു. 11,200 കോടി രൂപ ചിലവിലാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലോകോത്തര സംവിധാനങ്ങളോട് കിടപിടിക്കും വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. യമുന എക്സ്പ്രസ് വേക്ക് അടുത്തായി 1334 ഹെക്ടർ സ്ഥലത്താണ് നോയിഡ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതും വിധത്തിലാണ് രൂപകൽപ്പന. യമുന, ഗംഗ, ഹിന്ദോൺ നദികൾ ഒഴുകുന്നത് പോലെയാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് അനുയോജ്യമായ തരത്തിലാണ് ടെർമിനൽ സജ്ജമാക്കിയിരിക്കുന്നത്. ചുവന്ന കല്ലുകൾ പതിപ്പിച്ചാണ് ചെക്ക് ഇൻ ഹാളിന്റെ നിർമ്മാണം. ഭാരതത്തിന്റെ ആത്മീയ ടൂറിസത്തിന്റെ കവാടമാകും ഈ വിമാനത്താവളം. കുംഭമേള പ്രദേശങ്ങളിലേക്കും ശ്രാവസ്തി, കുശിനഗർ എന്നീ ബുദ്ധമത കേന്ദ്രങ്ങളിലേക്കും മഥുര, വൃന്ദാവൻ തുടങ്ങിയ ഇടങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ നോയിഡ സ്വാഗതം ചെയ്യും. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് 70 ദശലക്ഷമാകും. ഇതിനു പുറമെ 80 ഏക്കറിലാണ് കാർഗോ ഹബ്ബ്. പ്രതിവർഷം 2.5 ലക്ഷം മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്യാൻ ഇത് പര്യാപ്തമാകും. രാജ്യത്തെ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം നിർണായക പങ്ക് വഹിക്കും. 4 ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ വിമാനത്താവളത്തിന്റെ വിസ്തൃതി ഏകദേശം 5 ലക്ഷം ചതുരശ്ര അടിയാകും. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.